കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളായിട്ട് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സിനെ കുറിച്ചും അവയുടെ പ്രോപ്പർട്ടീസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ എന്നോണം നമുക്കൊരു കാര്യം കൂടെ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ സിംഗിൾ വേരിയബിൾ ഫങ്ഷൻസിൻ്റെ കേസിലൊക്കെ ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റിയേക്കാളും ഒരു എക്സൈറ്റഡ് കണ്ടീഷൻ ആയിരുന്നു. അല്ലെങ്കിൽ ഡിഫറൻഷ്യബിലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് കണ്ടിന്യൂറ്റി എന്തായിരുന്നു? സാറ്റിസ്ഫൈ ആയിരുന്നു. ഒന്നുകൂടെ വേർഡ്സ് മാറ്റി പറയുകയാണെങ്കിൽ എല്ലാ ഡിഫറൻഷ്യബിൾ ഫങ്ഷൻസും കണ്ടിന്യൂസ് ആയിരുന്നു. നമ്മൾ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യൽ അനലോഗ് എന്ന പോലെയാണ് ഇതുവരെ നമ്മൾ എന്ത് ചെയ്തത്? പാർഷ്യൽ ഡിഫറൻസിയേഷനെ കണ്ടത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും റേസ് ചെയ്യപ്പെടാവുന്ന ഒരു ചോദ്യമാണ്, പാർഷ്യൽ ഡിഫറൻഷ്യൽസ് എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണോ? സർപ്രൈസിംഗ്ലി ആൻസർ ഈസ് എ ബിഗ് നോ. ഒരു പോയിന്റിൽ, ഒരു ഫംഗ്ഷന്റെ ഗ്രാഫിൽ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഒരു പോയിന്റിൽ എല്ലാ പാർഷ്യൽ ഡെറിവേറ്റീവ്സും എക്സിസ്റ്റ് ചെയ്തെന്ന് വെച്ച് ഫംഗ്ഷൻ എന്തായിക്കോണമെന്നില്ല? കണ്ടിന്യൂസ് ആയിക്കോണമെന്നില്ല. വി നീഡ് ടു ഷോ ദാറ്റ്. അപ്പോൾ കണ്ടിന്യൂസ് അല്ലാന്ന് കാണിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു കൗണ്ടർ എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചാൽ മതി. സോ ഐ ഗിവ് യു എ കൗണ്ടർ എക്സാമ്പിൾ. കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ. എഫ് ഓഫ് എക്സ് വൈ എന്ന ഫംഗ്ഷൻ എങ്ങനെ തന്നിട്ടുള്ളത്? ഇറ്റ്സ് എ കേസ് ഫംഗ്ഷൻ. 0 if the product xy not equal to 0 and 1 if the product xy equal to 0. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫർദർ അനാലിസിസിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? എന്തായാലും ഒരു 2 വേരിയബിൾ ഫംഗ്ഷനാണ്, ഒരു 3 ഡയമെൻഷണൽ സ്പേസിലാണ് ഗ്രാഫ് ഉണ്ടാവുക. അതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് വരക്കാൻ പറ്റില്ല. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനൊരു 3 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ടാക്കാം. സോ ഐ കൺസിഡർ ദിസ് ടു ബി ദ എക്സ് ആക്സിസ്. ഞാൻ ഇതിനെ വൈ ആക്സിസ് ആയിട്ട് എടുക്കുന്നു, ഇതിനെ ഇസഡ് ആക്സിസ് ആയിട്ട് എടുക്കുന്നു. ഓർക്കണം, ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വിഷ്വലൈസ് ചെയ്യണം. 3 ഡയമെൻഷനിലാണ്, ബോർഡിൽ വരക്കാൻ ബുദ്ധിമുട്ടുണ്ട്. റൈറ്റ്. സോ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 വെൻ എക്സ് വൈ നോട്ട് ഈക്വൽ ടു 0. അതിനും ഒരു കാര്യം ചോദിക്കട്ടെ, എപ്പോഴൊക്കെയാണ് എക്സ് വൈ 0 ആവുക? എക്സും വൈയും റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് എക്സ് വൈ 0 ആണെന്നുണ്ടെങ്കിൽ either x has to be 0 or y has to be 0 or both have to be 0. Both have to be 0 എന്ന് പറയുന്ന പോയിന്റ് ഒറിജിൻ ആണ്, മറ്റൊന്നുമല്ല. എക്സ് വൈ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിൻ ആണ്. അപ്പോൾ മറ്റൊരു ചാൻസ് ഉള്ളത് ഒന്നെങ്കിൽ എക്സ് 0 ആവാം, y can be anything. അപ്പോൾ എക്സ് 0 ആവുന്ന പോയിന്റ്സ് ഏതൊക്കെയാ? നമുക്ക് നമ്മൾ എടുക്കുന്ന എക്സ് വൈയിലാണ്, എക്സ് വൈ ആണ്, എക്സ് വൈ പ്ലെയിൻ മാത്രമേ എടുക്കുന്നുള്ളൂ. സെഡ് ആക്സിസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അത് ഗ്രാഫിന് ഇമേജിനും കൂടെ കൂട്ടുമ്പോഴേ സെഡ് ആക്സിസിനെ നോക്കേണ്ടുള്ളൂ. സോ എക്സ് വൈനെ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ എക്സ് 0 ആവുന്ന പോയിന്റ് എന്ന് പറയുന്നത് എന്താ? വൈ ആക്സിസ് ആണ്. ത്രൂ ഔട്ട് വൈ ആക്സിസിൽ എക്സ് എന്താ? 0 ആണ്. സിമിലർലി വൈ 0 ആവുന്നത് എപ്പോഴാണ്? ത്രൂ ഔട്ട് എക്സ് ആക്സിസിൽ, അല്ലേ? ഈ 2 ആക്സിസിലാണ് എക്സ് വൈ 0 ആവുന്നത്. ഒറിജിനെ കൂടെ, ഒറിജിനും ആ ആക്സിസിൽ 2 ആക്സിസിലെയും പോയിന്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഗ്രാഫിനെ കുറിച്ച് ചിന്തിക്കാം. ബാക്കിയുള്ള എല്ലാ പോയിന്റിലും ഇപ്പൊ നമ്മുടെ ഡൊമൈൻ എടുക്കുന്ന പ്ലെയിൻ ഇതാന്ന് വിചാരിക്കുക കേട്ടോ. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഇവിടെ ഈ ത്രൂ ഔട്ട് 2 ആക്സിസിലും എന്താണ് ഫംഗ്ഷന്റെ വാല്യൂ? ഈ 2 ആക്സിസിലും either x or y or both 0 ആണ്. അവിടെയൊക്കെ 1 ആണ്. സോ z ആക്സിസ് നമ്മൾ ഇമേജ് രേഖപ്പെടുത്താൻ പോവുകയാണെങ്കിൽ z ആക്സിസിൽ ഒരു യൂണിറ്റ് മുകളിലേക്ക് പൊങ്ങിയിട്ട് ഈ 2 ആക്സിസിനും പാരലൽ ആയിട്ട് എന്തുണ്ടാവും? ഓരോ ലൈൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഈ ലൈനെ ഞാൻ എൽ എക്സ് എന്ന് വിളിക്കുന്നു. വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഈ ലൈനെ ഞാൻ എൽ വൈ എന്ന് വിളിക്കുന്നു. ഇനി ബാക്കി കുറെ സ്ഥലമില്ല, ഈ 4 ക്വാഡ്രന്റുകളില്ലേ, ഈ 4 ക്വാഡ്രന്റുകളിലെയും പ്രത്യേകത എന്താ? ഇവിടെ നിന്നും എക്സ് വൈ 0 അല്ല. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ എന്താ? 0 ആണ്. അപ്പോൾ z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള അസംഷൻ എന്നാണല്ലോ നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എക്സ് വൈ പ്ലെയിൻ തന്നെയാണ്. സോ ഈ 4 ആക്സിസിനും പാരലൽ ആയിട്ടുള്ള ഈ 4 ലൈനും പിന്നെ ഈ 4 ഓപ്പൺ ക്വാഡ്രന്റ്സും. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത് ഗ്രാഫ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ ആക്സിസിന് പകരം, ആക്സിസിന്റെ സ്ഥാനത്ത് മാത്രം എന്തുണ്ടാവും? സെഡ് ആക്സിസിൽ ഒരു യൂണിറ്റ് മുകളിലേക്ക് പോയിട്ട് എൽ എക്സ് എൽ വൈ എന്ന് പറയുന്ന 2 ലൈൻസ് ഉണ്ടാവും. സോ അത് ഓർത്തിരിക്കാൻ നിർബന്ധമില്ല, മനസ്സിലാക്കിയിരിക്കുക. എന്താണ് എൽ എക്സും എന്താണ് എൽ വൈ എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അത് മായ്ക്കാണ് ചിലപ്പോൾ പക്ഷേ നമ്മളിത് ഉപയോഗിച്ചേക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മൾ ചൂസ് ചെയ്ത കൗണ്ടർ എക്സാമ്പിൾ. അപ്പോൾ നമ്മുടെ ആവശ്യം കാണിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഈ ഫംഗ്ഷന്റെ 2 പാർഷ്യൽ ഡെറിവേറ്റീവ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കണം. മാത്രമല്ല ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല എന്നും കാണിക്കണം. ആദ്യം നമുക്ക് ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല എന്ന് കാണിക്കാം. ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല എന്ന് കാണിക്കാൻ എന്ത് ചെയ്താൽ മതി? റിമെമ്പർ ദ ഡെഫിനിഷൻ ഓഫ് കണ്ടിന്യൂറ്റി. 3 ക്രൈറ്റീരിയ പറഞ്ഞിരുന്നു. അപ്പോൾ
അതിനകത്ത് പറഞ്ഞൊരു കാര്യമായിരുന്നു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ദ പോയിന്റ് ഓഫ് കണ്ടിന്യൂറ്റി. ഏതെങ്കിലും ഒരു പോയിന്റ് ആവട്ടെ എഫ് ഓഫ് എക്സ് വൈ. സോ ലെറ്റ് ഇവിടെ നമ്മൾ രണ്ട് വേരിയബിളിന്റെ ഫംഗ്ഷൻ അല്ലേ, സോ ലെറ്റ്സ് ചൂസ് എക്സ് വൈ. പി എന്ന് പറയുന്ന ഒരു ഓർഡേഡ് പെയർ ആണെന്ന് തന്നെ വിചാരിച്ചോളൂ. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് പി, അല്ലെങ്കിൽ പി എന്നുള്ളത് ഒരു P1 P2 ആയിക്കോട്ടെ. ചൂസ് പി ഈക്വൽ ടു P1 P2. ഓക്കെ, സോ ഇത് സാറ്റിസ്ഫൈ ചെയ്യണം. ഫംഗ്ഷൻ ഒരു പോയിന്റിലേക്ക് ടെൻഡ് ചെയ്യുമ്പോഴുള്ള ലിമിറ്റും ആ ഫംഗ്ഷൻ പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ എന്താവണം, സെയിം ആവണം. കണ്ടിന്യൂറ്റി ഡെഫിനിഷൻ, ബേസിക് ഡെഫിനിഷൻ. അപ്പോൾ ഇവിടെ ഞാൻ ചൂസ് ചെയ്യുന്ന പോയിന്റ് ഒറിജിൻ ആണ്. 0 0 എന്ന് പറയുന്ന ഒറിജിൻ പോയിന്റ് ആണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തത്. കൺസിഡർ ദ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ആസ് എക്സ് വൈ ടെൻസ് ടു 0 0. ഇവിടെ നമുക്ക് എല്ലാ ലിമിറ്റും ഒന്നും കാണണ്ട, കൗണ്ടർ എക്സാമ്പിൾ അല്ലേ. ലിമിറ്റ് അല്ലെങ്കിൽ ഈ ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റി ഇല്ലാന്ന് കാണിക്കാനല്ലേ. അതിന് തൽക്കാലം എന്ത് ചെയ്താൽ മതി, ഇപ്പോ ഇതാണല്ലോ നമ്മുടെ ഡൊമൈൻ. ഈ ഡൊമൈനിൽ എവിടെ ആവാലോ എക്സ് വൈ. എക്സ് വൈക്ക് ഈ ഒറിജിനിലേക്ക് ഏത് വഴിക്ക് വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം. അപ്പൊ ഞാൻ തൽക്കാലം ഇതിൽ ഒരു വഴി ചൂസ് ചെയ്യുന്നു. എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുന്ന ഒരു ലൈൻ, വൈ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഒരു ലൈൻ, ആ ലൈനിലൂടെ എക്സ് വൈ എന്ത് ചെയ്യുന്നു, 0 0ലേക്ക് ടെൻഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ലിമിറ്റ് നമുക്ക് നോക്കാം. ഈ ലിമിറ്റ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സോ ലെറ്റ് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0 ഓൺ ദ ലൈൻ y ഈക്വൽ ടു എക്സ് എഫ് ഓഫ് എക്സ് വൈ. നോക്കൂ, എക്സ് ഈക്വൽ ടു വൈ എന്നുള്ള ലൈൻ എങ്ങനെയാ, അതിന്റെ ഒരു ജോമെട്രി ഇങ്ങനെയല്ലേ. ഇത് എവിടെയെങ്കിലും വെച്ച് ആക്സിസിനെ ടച്ച് ചെയ്യുന്നുണ്ടോ? ഉണ്ട്, ഒരു പോയിന്റിൽ മാത്രം, ഒറിജിനിൽ മാത്രം. പക്ഷെ അത് നമ്മുടെ ലിമിറ്റ് പോയിന്റ് ആണ്, നമ്മൾ അങ്ങോട്ട് ഒരിക്കലും എത്തുന്നില്ല, അപ്രോച്ച് ചെയ്യുന്നേ ഉള്ളൂ. സോ ബാക്കി എവിടെയും ഇത് എന്തല്ല, ഒറിജിനിൽ ടച്ച് ചെയ്യുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് വൈ എന്ന് പറഞ്ഞ പോയിന്റ് ഈ ലൈനിലാണുള്ളതെന്നുണ്ടെങ്കിൽ എക്സ് വൈ ഈസ് നെവർ 0. എക്സും 0 ആവില്ല, വൈയും 0 ആവുന്നില്ല. സോ എക്സ് വൈ ക്യാൻ നെവർ ബി 0. സോ ത്രൂ ഔട്ട് ദിസ് ലൈൻ എഫ് ഓഫ് എക്സ് വൈ വിൽ ടേക്ക് ദ വാല്യൂ 0. Right. Now consider f of 0 0. 0 0 f of xy എന്താ? 0 0 x ഉം 0 ആണ്, y ഉം 0 ആണ്. So xy 0 ആണ്. So function will be having the value 1. നോക്കൂ, ഇവിടെ ഏതോ ഒരു ലിമിറ്റും ഫംഗ്ഷൻ വാല്യൂ എന്താവുന്നില്ല, ഈക്വൽ ആവുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല എന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇനി നോക്കേണ്ടത് 0 0 ഇതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ലൈൻസ് ഇല്ലായിരുന്നോ, എൽ എക്സും എൽ വൈയും. ഒബ്വിയസ്ലി ഇവിടെ ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ എൽ എക്സിന്റെ സ്ലോപ്പാണ്. ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് എൽ വൈയുടെ സ്ലോപ്പുമാണ്. അതിന്റെ പ്യൂർ ജോമെട്രിക് എക്സ്പ്ലനേഷൻ ആണ്. ഇനി സ്വാഭാവികമായിട്ടും എൽ എക്സും എൽ വൈയും ഒറിജിനിലൂടെ കടന്നു പോകുന്ന രണ്ട് ലൈൻസ് ആണ്. അപ്പോൾ അതിനുള്ള സ്ലോപ്പ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പാരലൽ ടു എക്സ് വൈ പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ സ്ലോപ്പ് എന്താണ്, 0 ആണ്. ഇനി ഇങ്ങനെയൊന്നും കൺഫ്യൂഷൻ ആവാണ്ട് ജോമെട്രിക് സെൻസിലേക്കൊന്നും പോവാണ്ട് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം. നമുക്ക് എഫ് ഓഫ് എക്സ് വൈയുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് നമുക്ക് ഡോ എഫ് ബൈ ഡോ എക്സ് കണ്ടു നോക്കാം. അറ്റ് 0 0 അറ്റ് ഒറിജിനൽ ഫംഗ്ഷന്റെ വാല്യൂ എന്താ, 1 ആണ്. സോ ഡോ എഫ് ബൈ ഡോ എക്സ് ഓഫ് 1 എന്താ, 0. സിമിലർലി ഡോ എഫ് ബൈ ഡോ വൈ ഓഫ് 1 0. സോ അവിടെ ഡോ എഫ് ബൈ ഡോ എക്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഡോ എഫ് ബൈ ഡോ വൈയും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ എന്ത് കണ്ടു, ദ ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ്. സോ ദിസ് ആൻ എക്സാമ്പിൾ ടു ഷോ ദാറ്റ് എ ഫംഗ്ഷൻ ഹാവിംഗ് ഇറ്റ്സ് ഓൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റിംഗ് അറ്റ് എ പോയിന്റ് നീഡ് നോട്ട് ബി കണ്ടിന്യൂസ് അറ്റ് ദ സെയിം പോയിന്റ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമുക്കിനി പറയാനുള്ളത് ഡിഫറൻഷ്യൽസിനെ കുറിച്ചും ലീനിയറൈസേഷനെ കുറിച്ചുമാണ്. സോ നമുക്ക് ഓരോന്നായിട്ട് എടുത്തൊന്ന് പരിശോധിച്ച് നോക്കാം എന്താണ്. നമുക്കൊരു സിംപിളർ കേസ് തന്നെ തുടങ്ങാം. കൺസിഡർ എ ഫംഗ്ഷൻ ഓഫ് സിംഗിൾ വേരിയബിൾ. ഒരു y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു സിംഗിൾ വേരിയബിൾ ഫംഗ്ഷനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ എന്തായിരുന്നു ഡിഫറൻഷ്യൽ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് കൊണ്ടൊക്കെ ഉദ്ദേശിച്ചിരുന്നത്, ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ആയിരുന്നു. എന്നുവെച്ചാൽ ഇവിടെ ഒരു ഡിപ്പെൻഡന്റ് വേരിയബിൾ ഉണ്ട്, ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്. ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ വരുന്ന ചെറിയൊരു മാറ്റം ഡിപ്പെൻഡന്റ് വേരിയബിളിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അളവായിരുന്നു നമ്മൾ ഡെറിവേറ്റീവ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ സപ്പോസ് ഞാൻ ഇവിടെ ഇനീഷ്യലി ഇപ്പോൾ സപ്പോസ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് ആണെന്ന് വിചാരിക്കാം. എക്സ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിലാണ് പെടുന്നത്.
ഞാൻ അവിടുന്ന് ചെറിയൊരു മാറ്റം വരുത്തുന്നു, എക്സിനോട്ടിന് ചെറിയൊരു ഇൻക്രിമെന്റ് കൊടുക്കുന്നു, ഒരു ഡെൽറ്റ എക്സിന്റെ ഇൻക്രിമെന്റ് കൊടുക്കുന്നു. ഡെൽറ്റ എക്സ് ക്യാൻ ബി എനി സ്മോൾ, എത്ര വേണമെങ്കിലും ഡെൽറ്റ എക്സിന് ചെറുതാവാം. സോ ഞാനൊരു ചെറിയ ഇൻക്രിമെന്റ് അവിടെ കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വൈയിലൊരു വ്യത്യാസം വരില്ലേ? ആ വ്യത്യാസത്തെ ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് ബൈ ദ ഫോർമൽ ഡെഫിനിഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ആൻഡ് ഡിഫറൻഷ്യൽസ് നമുക്ക് എന്തുണ്ട്, ഒരു ഡെഫിനിഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫോർമുല ഉണ്ട്. അവിടെ വരുന്ന മാറ്റത്തിനെ ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ വൈ കൊണ്ടാണ്. സോ എക്സ് നോട്ടിൽ നിന്ന് ഒരു ഡെൽറ്റ എക്സ് മാറ്റം വന്നപ്പോൾ വൈയിൽ എത്രത്തോളം മാറ്റം വരുന്നു എന്നുള്ളൊരു ചോദ്യമാണ്. അതിന് ആൻസറാണ് ഈ കാണുന്നത്. ഡെൽറ്റ വൈ ക്യാൻ ബി ഇവാലുവേറ്റഡ് ആസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എപ്സിലോൺ ടൈംസ് ഡെൽറ്റ എക്സ്. എക്സ്പ്ലെയിൻ ചെയ്യാം. എഫ് ഡാഷ് എന്താണെന്ന് അറിയാലോ, ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് എക്സ് നോട്ട്. ഈ എപ്സിലോൺ എന്ന് പറയുന്നത് ഒരു നമ്പറാണ്. ആ നമ്പറും ഈ ഡെൽറ്റ എക്സിനെ പോലെ എത്രയും ചെറുതാവാൻ ശക്തിയുള്ള നമ്പറാണ്. മാത്രമല്ല ആ നമ്പറിന് ഡെൽറ്റ എക്സിനോട് ഒരു ചെറിയ ബന്ധമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്സിലോൺ ടെൻസ് ടു 0 ആസ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ എക്സ് 0യോട് ക്ലോസ് ആയി, എന്ന് വെച്ചാൽ ചെറുതായി ചെറുതായി പോകും തോറും എപ്സിലോണും എന്താവുന്നു, ചെറുതായി ചെറുതായി വരുന്നു. ഓക്കെ, സോ ഇതാണ് നമുക്ക് ചേഞ്ച് ഇൻ വൈ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. സോ ഡെൽറ്റ വൈ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എപ്സിലോൺ ഡെൽറ്റ എക്സ്. അപ്പൊ ഇതെന്താണ്, എക്സ് നോട്ടിൽ നിന്ന് ഞാൻ ഡെൽറ്റ എക്സിലേക്ക് ചെറിയൊരു ഇൻക്രിമെന്റ് വരുത്തിയപ്പോൾ ഫംഗ്ഷന്റെ വാല്യൂവിൽ വന്ന വ്യത്യാസം. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം, ഇതേ കൺസെപ്റ്റിനെ ഒരു 2 വേരിയബിൾ ഫംഗ്ഷനിലേക്ക് ഒന്ന് എസ്കലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്കാം. അങ്ങനെ എസ്കലേറ്റ് ചെയ്യുന്നത് നമുക്കൊരു തിയറത്തിന്റെ സഹായത്തോടെ, അല്ലെങ്കിൽ ആ എസ്കലേഷൻ ഒരു തിയറം ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ ദ തിയറം ഈസ് നെയിംഡ് ആസ് ഇൻക്രിമെന്റ് തിയറം ഫോർ ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾസ്. ഇൻക്രിമെന്റ് തിയറം ഫോർ 2 വേരിയബിൾ ഫങ്ഷൻസ്, ഫോർ ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾസ്. അപ്പോൾ തിയറം മുഴുവൻ ഞാൻ എഴുതുന്നില്ല, ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് ദാറ്റ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ്സ് ഓഫ് w ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. സോ നമുക്ക് എന്തുണ്ട്, ഒരു ഫംഗ്ഷൻ ഉണ്ട് w ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. ഇനി ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്സ്, ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈയും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എവിടെ, ഓൺ ആൻ ഓപ്പൺ റീജിയൻ ആർ. എന്താ റീജിയൻ എന്നുള്ളതും എന്താണ് ഓപ്പൺ റീജിയൻ എന്നുള്ളതും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ റീജിയൻ ആർ, ആ ഓപ്പൺ റീജിയനകത്തുള്ള ഒരു പോയിന്റ് ആണ് എക്സ് നോട്ട് വൈ നോട്ട്. ഓക്കെ, ഓപ്പൺ റീജിയനകത്തുള്ള ഒരു പോയിന്റ് ആണ് എക്സ് നോട്ട് വൈ നോട്ട്. ഈ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ നമ്മുടെ ഈ ഡോ എഫ് ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈ എന്താണ്, കണ്ടിന്യൂസും കൂടെയാണ്. കണ്ടിന്യൂസും കൂടെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ ചേഞ്ച് ഇൻ ഡബ്ല്യു, ദ ചേഞ്ച് ഇൻ ഡബ്ല്യു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ ഡബ്ല്യു. ഡെൽറ്റ ഡബ്ല്യു എന്താ, നമ്മളിവിടെ മാറ്റം വരുത്തുന്നത് നോക്കൂ, എക്സ് നോട്ട് വൈ നോട്ടിൽ നിന്ന് ഞാൻ ചെറിയൊരു മാറ്റം വരുത്തുകയാണ്. അത് ഞാൻ എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ എന്ന് വിളിക്കുന്നു. കാരണം ഇവിടെ മാറ്റം വരുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താവും, എക്സിലും വൈയിലും റിഫ്ലക്ട് ചെയ്യും. കാരണം ഇതൊരു പ്ലെയിനിലെ പോയിന്റ് അല്ലേ. ഇപ്പൊ ഇവിടെയാണ് എന്റെ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് വിചാരിക്കുക. ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടൊരു മാറ്റം വരുത്തുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് ബേസിക്കലി എന്താ, ഇങ്ങോട്ട് എക്സ് ഡയറക്ഷനിലും ഇങ്ങോട്ട് വൈ ഡയറക്ഷനിലുള്ള മാറ്റമല്ലേ. സോ ഒരു 2 ഡയമെൻഷണൽ പ്ലെയിനിലെ പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം അതിലൊരു മാറ്റം വരുമ്പോൾ എക്സിലും വൈയിലും റിഫ്ലക്ട് ചെയ്യും. സോ ഞാൻ എക്സ് നോട്ട് വൈ നോട്ടിൽ നിന്ന് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈയിലേക്ക് മാറുമ്പോൾ ഡബ്ല്യൂവിൽ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ, എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് അല്ലേ. ഇത് പഴയ വാല്യൂ, ഇത് പുതിയ വാല്യൂ. അപ്പൊ അതിൽ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ പുതിയ വാല്യൂ മൈനസ് പഴയ വാല്യൂ. ഇനി ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാനാണ് നമുക്ക് ഒരു ഫോർമുല ഉള്ളത്. ഈ ഡെൽറ്റ ഡബ്ല്യു will satisfy the equation fx at x naught y naught into delta x plus fy at x naught y naught into delta y plus epsilon 1 delta x plus epsilon 2 delta y.
ഓക്കെ, ഇക്വേഷൻ കണ്ട് കൺഫ്യൂഷൻ ആവണ്ട, വലിയ കാര്യമായിട്ടൊന്നും ഇല്ല അതിനകത്ത്, കുറേ എപ്സിലോണും ഡെൽറ്റയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തുണ്ട്, രണ്ട് എപ്സിലോണുകളുണ്ട്, എപ്സിലോൺ 1ഉം എപ്സിലോൺ 2. ആ എപ്സിലോൺ 1ഉം എപ്സിലോൺ 2ഉം നേരത്തെ പറഞ്ഞതുപോലെ എന്താവുന്നുണ്ട്, എപ്സിലോൺ 1 എപ്സിലോൺ 2 ഗോസ് ടു 0 ആസ് ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ ഗോസ് ടു 0. ഡെൽറ്റ എക്സും ഡെൽറ്റ വൈ ഒക്കെ 0യിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് എപ്സിലോൺ 1ഉം എപ്സിലോൺ 2ഉം 0യിലേക്ക് തന്നെ ടെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ തിയറി ഒന്നും കൂടെ നോക്കാം. വി ഹാവ് എ ഫംഗ്ഷൻ w ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. ഈ w ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഡോ എഫ് ബൈ ഡോ എക്സ് അല്ലെങ്കിൽ എഫ് എക്സ്, ഡോ എഫ് ബൈ ഡോ വൈ അല്ലെങ്കിൽ എഫ് വൈ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എവിടെ, ത്രൂ ഔട്ട് ആൻ ഓപ്പൺ റീജിയൻ ആർ. ആ ഓപ്പൺ റീജിയൻ്റെ അകത്ത് എല്ലായിടത്തും അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഓപ്പൺ റീജിയൻ അകത്തുള്ള ഏതോ ഒരു പോയിന്റിൽ അത് കണ്ടിന്യൂസ് ആണെന്നും കൂടെ നമുക്കറിയാം. ആ പോയിന്റിൽ നമ്മൾ എന്ത് വിളിക്കുന്നു, എക്സ് നോട്ട് വൈ നോട്ട് എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ എക്സ് നോട്ട് വൈ നോട്ടിൽ നിന്ന് ചെറിയൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഫംഗ്ഷനിൽ വരുന്ന വാല്യൂയുടെ മാറ്റം നമുക്ക് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം, എഫ് എക്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഡെൽറ്റ എക്സ് പ്ലസ് എഫ് വൈ അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഡെൽറ്റ വൈ പ്ലസ് എപ്സിലോൺ 1 ഡെൽറ്റ എക്സ് പ്ലസ് എപ്സിലോൺ 2 ഡെൽറ്റ വൈ. ഓക്കെ, സോ ഇത് നമ്മൾ ബേസിക്കലി കാൽക്കുലേഷൻ ഒന്നും ഉപയോഗിക്കില്ല, പക്ഷേ ഇതൊരു ഡെഫിനേഷൻ എന്നുള്ള കണക്ക് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. നമുക്ക് ഒബ്സർവേഷൻ തന്നെ മനസ്സിലാവും, ഇതും നേരത്തെ പറഞ്ഞ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷന്റെ കേസിലെ ഫോർമുലയുടെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ മാത്രമാണ്. ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കയറി വന്നു എന്ന് മാത്രം, കറസ്പോണ്ടിങ് ടേംസും കൂടി, കാരണം വൈഡ് ടേംസിനും കൂടെ എന്ത് ചെയ്യണം, ഇൻക്രിമെന്റും ഒക്കെ വ്യത്യാസങ്ങളൊക്കെ വരുന്നത് ടേംസിന്റെ എണ്ണം കൂടെ കൂടിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഫോർമുലയിൽ എപ്സിലോൺ 1ഉം എപ്സിലോൺ 2ഉം രണ്ട് നമ്പേഴ്സ് ആണ്, which eventually tends to 0 as delta x and delta y tends to 0. അപ്പോൾ അത് മാത്രം ഓർത്തിരിക്കുക. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യത്തെ ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ 2 വേരിയബിൾ ഫംഗ്ഷന്റെ കേസിൽ ഡിസ്കസ് ചെയ്തതൊക്കെ പാർഷ്യൽ ഡെറിവേറ്റീവ്സിനെ കുറിച്ചായിരുന്നു. ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നിടത്ത് ഫംഗ്ഷൻ കണ്ടിന്യൂസ് പോലും ആവണമെന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. സോ ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ എക്സിസ്റ്റൻസ് ഒന്നും ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന വലിയൊരു ഫൈനർ കണ്ടീഷൻ എന്ത് ചെയ്യുന്നില്ല, അഷ്യൂർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിഫറൻഷ്യബിലിറ്റിനെ ഒന്നും കൂടെ മാറ്റി ഡിഫൈൻ ചെയ്യാണ്. ഞാനിത് തൽക്കാലത്തേക്ക് ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു ലൈൻ ഇവിടെ ഇരിക്കട്ടെ. സോ കൺസിഡർ വി ഹാവ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ. ഈ ഫംഗ്ഷൻ അറ്റ് എ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ടിൽ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയണമെങ്കിൽ ഈ ഫംഗ്ഷന്റെ രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഡോ എഫ് ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈയും എക്സ് നോട്ട് വൈ നോട്ടിൽ എക്സിസ്റ്റ് ചെയ്യണം. മാത്രമല്ല എക്സ് നോട്ട് വൈ നോട്ടിൽ നിന്ന് ഞാൻ ചെറിയൊരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ എഫിൽ വരുന്ന വ്യത്യാസത്തെ ഈ ഫോർമുല ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുകയും ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ദിസ് ഇക്വേഷൻ ഹോൾഡ്സ് ഫോർ എഫ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഫോർമൽ വേർഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഫോർമുലായിട്ട് പറയാൻ ശ്രമിക്കാം. ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഈസ് സെഡ് ടു ബി ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇഫ് ഡോ എഫ് ബൈ ഡോ എക്സ് ആൻഡ് ഡോ എഫ് ബൈ ഡോ വൈ എക്സിസ്റ്റ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ആൻഡ് ദിസ് ഇക്വേഷൻ ഹോൾഡ്സ് ഫോർ എഫ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട്. ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ള സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു ഈ ഇക്വേഷൻ എല്ലാ ഫംഗ്ഷനും ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന്, ഇങ്ങനെ കാണാമെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഇപ്പം എന്താ ഇതൊരു കണ്ടീഷനായിട്ട് പറയുന്നത്? റിമെമ്പർ, അവിടെ നമ്മൾ മറ്റൊരു കണ്ടീഷനും കൂടെ ആഡ് ചെയ്തിരുന്നു. എഫ് ഓഫ് എക്സ് വൈയുടെ രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്താൽ മാത്രം മതിയായിരുന്നില്ല, ആ രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സും ആ പോയിന്റിൽ എന്താവുകയും വേണമായിരുന്നു, ത്രൂ ഔട്ട് ആൻ ഇന്റർവൽ എക്സിസ്റ്റ് ചെയ്യുകയും ആ ഒരു പോയിന്റിൽ എന്താവുകയും വേണമായിരുന്നു, ഈ രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സും കണ്ടിന്യൂസ് ആവുകയും കൂടെ വേണമായിരുന്നു. ഓക്കെ, സോ സത്യത്തിൽ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കണ്ടിന്യൂസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇക്വേഷൻ ഉപയോഗിച്ച് എഴുതാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾക്ക് ചിന്തിക്കാം ഇവിടെ എന്താ പറഞ്ഞു വരുന്നത് എന്നുള്ളത്. അതിന് നമ്മളൊരു കൊറോളറി ആയിട്ട് എന്ത് ചെയ്യുന്നു, എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ കൊറോളറിയിലേക്ക് പോവാം. ഈ കൊറോളറി ബേസിക്കലി ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ തിയറവും ഈ ഡെഫിനിഷനും കൂടെ ഒന്ന് കമ്പൈൻ ചെയ്യാണ്. ഓക്കെ, സോ കൺസിഡർ വി ഹാവ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ. സപ്പോസ് the partial derivatives of f, dou f by dou x and dou f by dou y exist and are continuous throughout an open region R.
ഒരു ഓപ്പൺ റീജിയൻ ആറിനകത്ത് ഈ ഡോ എഫ് ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈയും ഫുൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, മാത്രമല്ല അത് ത്രൂ ഔട്ട് കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ത്രൂ ഔട്ട് ആർ. ഓക്കെ അല്ലേ? കാരണം ആറിൽ മുഴുവൻ ഇത് എക്സിസ്റ്റ് ചെയ്യുകയും കണ്ടിന്യൂസ് ആവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആറിൽ മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ നേരത്തെ കണ്ട ഡെൽറ്റ ഡബ്ല്യുവിന്റെ ഫോർമുല ഉപയോഗിച്ച് ഇതിന്റെ ചേഞ്ചിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് പറഞ്ഞ ഡെഫിനേഷൻ പ്രകാരം എഫ് ഓഫ് എക്സ് വൈ എന്താണ്? ഡിഫറൻഷ്യബിൾ ആണ്. സോ ഡിഫറൻഷ്യബിലിറ്റിയുടെ ഫണ്ടമെന്റൽ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇനി മുതൽ എന്ത് പ്രാക്ടിക്കലി ടെസ്റ്റ് ചെയ്താൽ മതി? ഡോ എഫ് ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈയും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, അത് രണ്ടും കണ്ടിന്യൂസ് ആണോ? ഓക്കെ, അല്ലാണ്ട് മറ്റേ ഇക്വേഷൻ എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും സൗകര്യം എന്തായിരിക്കും? ഇതായിരിക്കും. ഡോ എഫ് ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈയും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, അത് കണ്ടിന്യൂസ് ആണോ? ഓക്കെ, സോ കൊറോളറിന്റെ ഒരു ഫോർമൽ ഡെഫിനേഷൻ ഇതാണ്. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, സപ്പോസ് വി ഹാവ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ. If the partial derivatives of f of xy, say dou f by dou x and dou f by dou y, are continuous throughout an open region R, then f is differentiable throughout the region R. In short, a function is said to be differentiable. ഒരു ഫംഗ്ഷൻ നമ്മൾ differentiable എന്ന് പറയണമെങ്കിൽ its partial derivatives dou f by dou x and dou f by dou y should exist and have to be continuous. ഓക്കെ, സോ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയണമെങ്കിൽ വെറുതെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്താൽ പോരാ, ദേ ഹാവ് ടു ബി കണ്ടിന്യൂസ് ആസ് വെൽ. അത്രയും സമയം കൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇതൊരു ഫോർമൽ വേ ഓഫ് എക്സ്പ്ലനേഷൻ ആണ്, ഓർത്തിരിക്കുക. പക്ഷേ പ്രാക്ടിക്കൽ സെൻസിൽ നിങ്ങൾ ഇത് മാത്രമായിരിക്കും ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവുക. എഫ് ഡിഫറൻഷ്യബിൾ ആണോ അല്ലേ നോക്കാൻ ഡോ എഫ് ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈയും കാണുക, അത് രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യുക, രണ്ടും കണ്ടിന്യൂസ് ആണോ എന്നും ഉറപ്പുവരുത്തുക. റൈറ്റ്. സോ ഇപ്പോൾ നമ്മൾ ഡിഫറൻഷ്യബിലിറ്റി എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ മുമ്പ് എക്സ്പ്ലോർ ചെയ്തൊരു തിയറത്തിൽ നിന്ന് റീവിസിറ്റ് ചെയ്യാം. നേരത്തെ നമ്മൾ കണ്ടു ഒരു ഫംഗ്ഷൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്തെന്ന് വെച്ച് ഫംഗ്ഷൻ എന്താവുന്നില്ല, കണ്ടിന്യൂസ് ആവുന്നില്ല എന്ന് കണ്ടു. ഒരു കൗണ്ടർ എക്സാമ്പിൾ നമ്മൾ കൊടുത്തു. പക്ഷേ ഇവിടെ നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്ന തിയറം എന്നോട് സിമിലർ ആയിട്ടുള്ള തിയറാണ്, വിച്ച് ഈസ് വെരി മച്ച് കോമൺ ടു അസ് ഫ്രം അവർ സിംഗിൾ വേരിയബിൾ കേസ്. സിംഗിൾ വേരിയബിളിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ എന്താണ്? കണ്ടിന്യൂസ് ആണ്. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും പറയുന്നത്. ഇഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട്, then എഫ് ഓഫ് എക്സ് വൈ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട്. ഓക്കെ, റൈറ്റ്. സോ ഇതെങ്ങനെ പ്രൂവ് ചെയ്യും? നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഡിഫറൻഷ്യബിലിറ്റിയുടെ തൊട്ട് മുമ്പ് പഠിച്ച ഡെഫിനിഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഇക്വേഷൻ ഉണ്ടായിരുന്നു, ഡെൽറ്റ ഡബ്ല്യൂനും ഡെൽറ്റ ഒരു ചേഞ്ച് ഇൻ എഫിൽ എക്സ്പ്രസ് ചെയ്യാൻ, ഡെൽറ്റ എക്സിൻ്റെയും ഡെൽറ്റ വൈയുടെ ഒക്കെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ നമ്മളൊരു ഇക്വേഷൻ എഴുതിയിരുന്നു. ആ ഇക്വേഷൻ ആയിരിക്കും നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ ഉപയോഗിക്കുക. അപ്പോൾ സത്യത്തിലൂടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ഇഫ് യു ഹാവ് എ പോയിന്റ് എക്സ് വൈ, ആസ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട്, എഫ് ഓഫ് എക്സ് വൈയും എങ്ങോട്ട് ടെൻഡ് ചെയ്യണം? എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. എന്നാലല്ലേ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. റൈറ്റ്. ഇൻ അതർ വേർഡ്സ് നമ്മൾ നേരത്തെ പഠിച്ച കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷനാണ് ഇത് പറയുന്നത്. ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട്, എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എന്താവണം? എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ആവണം. അത് തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് വൈ എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്, എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ഈ എക്സ് വൈനെ എനിക്ക് വേണമെങ്കിൽ എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ എന്ന് എഴുതാൻ പറ്റുമോ? where delta x and delta y are increments or decrements in x and y. For example, suppose this is my x naught, y naught. This is xy. Okay. So ഈ പോയിന്റിലേക്ക് എത്താൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങോട്ട് ഇത്രയും മൂവ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ എന്താ പോയിന്റ്? x നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ആണ്, പിന്നെ y നോട്ട് ആണ്.
പിന്നെ ഇങ്ങോട്ട് മുകളിലേക്ക് y ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് ഞാൻ x നോട്ട് ഒരു ഡെൽറ്റ എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്തു. ഇവിടുന്ന് ഡെൽറ്റ y ഡയറക്ഷനിൽ മൂവ് ചെയ്താൽ എനിക്ക് ഈ പോയിന്റ് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇതും കൂടെ നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. റൈറ്റ്. സോ ഇനി നമുക്ക് ഈ ഒരു ഐഡിയ ഉപയോഗിച്ച് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഈ ഒരു ഐഡിയ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എഫിലെ ചേഞ്ചിനെ അനലൈസ് ചെയ്യുന്നത്. ഇഫ് യു ചൂസ് ഡബ്ല്യു ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ, നമുക്ക് അറിയേണ്ടത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ഒരു സാധനം ഡെൽറ്റ ഡബ്ല്യു ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. അപ്പോൾ എക്സ് വൈ എന്താണെന്നുള്ളത് ഓർമ്മ വേണം. എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ആണ്, എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ ആണ് എക്സ് വൈ എന്ന് പറയുന്നത് ഓർമ്മ വേണം. എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ എഫ് എക്സ് നോട്ട് വൈ നോട്ട് ഡിഫറൻഷ്യബിൾ ആണെന്ന് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാം. എന്ന് വെച്ചാൽ ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എഫ് എക്സ് ഇൻറ്റു എക്സ് നോട്ട് വൈ നോട്ട് ഡെൽറ്റ എക്സ് പ്ലസ് എഫ് വൈ ഇൻറ്റു എക്സ് നോട്ട് വൈ നോട്ട് ഡെൽറ്റ വൈ പ്ലസ് എപ്സിലോൺ 1 ഡെൽറ്റ എക്സ് പ്ലസ് എപ്സിലോൺ 2 ഡെൽറ്റ വൈ. ഇത് വൈ ആണ്. എപ്സിലോൺ 2 ഡെൽറ്റ വൈ. ഇതിന്റെ കൂടെ തന്നെ എഴുതി പോകേണ്ട ഒരു കാര്യമുണ്ട്, മറക്കരുത് ഒരിക്കലും. എപ്സിലോൺ 1 കോമ എപ്സിലോൺ 2 goes to 0 as delta x comma delta y goes to 0. So delta x 0 ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എപ്സിലോൺ 1 ഉം ഡെൽറ്റ y 0 ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എപ്സിലോൺ 2 ഉം 0 ലേക്ക് പോകും. അത് ഇതിന്റെ കൂടെ തന്നെ എഴുതണം, കാരണം എന്താ വെച്ചാൽ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? എഫ് ഓഫ് എക്സ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ടിന് ഒരു എസ്റ്റിമേറ്റ്, കാരണം ഇത് രണ്ടും ഒരേ സാധനമല്ലേ. അപ്പോൾ എനിക്ക് ഇതിന് വേണമെങ്കിൽ കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു, ഇവിടെ എനിക്ക് ഇങ്ങോട്ട് ഇക്വേറ്റ് ചെയ്യാം, ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് എഫ് എക്സ് ഇൻറ്റു, ഞാനിവിടെ എക്സ് നോട്ട് വൈ നോട്ടിന് എഴുതുന്നില്ല, നിങ്ങൾ ഓർക്കുക ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നത് എക്സ് നോട്ട് വൈ നോട്ടിലാണ്. എഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് എഫ് വൈ ഇൻറ്റു ഡെൽറ്റ വൈ പ്ലസ് എപ്സിലോൺ 1 ഡെൽറ്റ എക്സ് പ്ലസ് എപ്സിലോൺ 2 ഡെൽറ്റ വൈ. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ഡിസൈഡ് കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട്. അപ്പം എക്സ് വൈ എന്ന് പറയുന്നത് എന്തായിരുന്നു? എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ ആയിരുന്നു. അതിന് എക്സ് നോട്ട് വൈ നോട്ടിലേക്ക് ടെൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഡെൽറ്റ എക്സിനെയും ഡെൽറ്റ വൈനെയും 0ലേക്ക് ടെൻഡ് ചെയ്യിക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞു ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയും 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എപ്സിലോൺ 1 ഉം എപ്സിലോൺ 2 ഉം 0ലേക്ക് പോകും. അപ്പോൾ ബേസിക്കലി ഈ ടേംസ് രണ്ടും എന്തായി പോവും? 0ലേക്ക് പോകും. ഇവിടെ ഈ ഡെൽറ്റ വൈയും 0ലേക്ക് പോകുന്നുണ്ട്, ഈ ടേമും 0ലേക്ക് പോകും. ഡെൽറ്റ എക്സ് 0ലേക്ക് പോകുന്നുണ്ട്, ഈ ടേമും 0ലേക്ക് പോകും. അപ്പോൾ എന്ത് വരും? ആസ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട്, എഫ് ഓഫ് എക്സ് വൈ വിൽ ബി അപ്രോക്സിമേറ്റഡ് ബൈ എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. ഇത് തന്നെയായിരുന്നു നമുക്ക് വേണ്ട കണ്ടീഷൻ. എക്സ് വൈ എക്സ് നോട്ട് വൈ നോട്ടിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് വൈ എങ്ങോട്ട് പോകണം? എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ടിലേക്ക് ടെൻഡ് ചെയ്യണം. സോ therefore f is continuous at x naught y naught. Right. So proof നമ്മൾ എന്താ ചെയ്തത്? ത്രൂ ഔട്ട് ഒരു നമുക്ക് എന്തെങ്കിലും ഒരു ഔട്ട്ലൈൻ എന്ന് പറഞ്ഞു നോക്കാം. നമ്മൾ ആദ്യം ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്തു. ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് തന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഡെൽറ്റ ഡബ്ല്യുവിനെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതി, ഇതിനെ ഇങ്ങോട്ട് ഇക്വേറ്റ് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ എഴുതി എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് എഫ് എക്സ് അറ്റ് ഡെൽറ്റ എഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് എഫ് വൈ ഇൻറ്റു ഡെൽറ്റ വൈ പ്ലസ് എപ്സിലോൺ 1 ഡെൽറ്റ എക്സ് പ്ലസ് എപ്സിലോൺ 2 ഡെൽറ്റ വൈ എന്ന് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്തു? എക്സ് വൈ എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ ചൂസ് ചെയ്തത് എങ്ങനെയായിരുന്നു? എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ എന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുമ്പോൾ ഡെൽറ്റ എക്സും ഡെൽറ്റ വൈ എന്തായി പോകണം? 0ലേക്ക് പോകണം. അങ്ങനെ 0ലേക്ക് പോകുമ്പോൾ ഇവിടെ എപ്സിലോൺ 1 എപ്സിലോൺ 2 എവിടേക്ക് പോകും? 0ലേക്ക് പോകും. ഈ രണ്ട് ടേംസും എന്തായി പോകും? 0 ആയി പോകും. അങ്ങനെ മൊത്തം ഈ 4 ടേംസും 0 ആയി പോകും, 0ലേക്ക് ടെൻഡ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മളൊരു അപ്രോക്സിമേഷൻ കൊടുക്കുന്നത്. സോ ആസ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട്, എഫ് ഓഫ് എക്സ് വൈ വിൽ ബി അപ്രോക്സിമേറ്റഡ് വിത്ത് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്, which was the desired condition for continuity. So f is continuous at x naught y naught.